ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, അച്ഛൻ മകൾക്കയച്ച കത്തുകൾ തുടങ്ങിയ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എടുത്ത് എഴുതിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു, അക്ഷരങ്ങളെ ഉള്ളംകൈയിലെ ടമ്മാനമാടിയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിലാണ് കഴിഞ്ഞ ഒരു ദശകമായിട്ട് ഒരു പുസ്തകം പോലും വായിക്കാത്ത ഒരാളിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ ദുരന്തമാണത്. എന്തുകൊണ്ട് അങ്ങനെയാകുന്നു? അതിന്റെ കാരണം ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ജനങ്ങൾക്ക് ഉപരിപ്ലവ ചിന്തകളേ ഉള്ളൂ, ജനങ്ങൾക്ക് സങ്കുചിത ചിന്തകളേ ഉള്ളൂ, ജനങ്ങൾക്ക് അവനവന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള ചിന്തകളേ ഉള്ളൂ. സമൂഹത്തിനെ കുറിച്ച് വേവലാതിപ്പെടുന്നില്ല, രാഷ്ട്രത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല, ലോകത്തിനെ കുറിച്ച് വേവലാതിപ്പെടുന്നില്ല. പലസ്തീനിൽ എത്ര പേര് മരിച്ചാൽ ഞങ്ങൾക്കെന്താ? മണിപ്പൂരിൽ എത്ര പേര് മരിച്ചാൽ ഞങ്ങൾക്കെന്താ? ഇതാണ് ജനം. അങ്ങനെ മഹാത്മാഗാന്ധി പിറന്ന നാട്ടിൽ ജനത്തിന്റെ ചിന്ത എത്ര 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 ശുഷ്കിച്ചതായിപ്പോയി. ലജ്ജാകരമാണത്. അവിടെയാണ് ഈ പണ്ഡിത വരേണ്യ ശ്രേഷ്ഠന്മാരുടെ സംഭാവനകളെ നമ്മൾ ഓർക്കേണ്ടത്. ചിന്തിപ്പിക്കുക ജനങ്ങളെ കൊണ്ട്. ഗാന്ധിജിയുടെ പ്രശസ്തമായ വചനമുണ്ട്, ഒരു രാജ്യത്തിന്റെ ജനത എന്തു ചിന്തിക്കുന്നുവോ അതിനനുസരിച്ചുള്ള നേതാവിനെ അവർക്ക് ലഭിക്കുമെന്ന് ഗാന്ധി എത്രയോ മുന്നേ പറഞ്ഞു വെച്ചതാണ്. ഇപ്പൊ കിട്ടിയല്ലോ ഒരു നേതാവിനെ ഇന്ത്യക്ക്. ഗാന്ധിജിയുടെ വചനം സാർത്ഥകമായി കൊണ്ടിരിക്കുന്നു ഈ ലോകത്ത്. 27 കൊല്ലം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തടവറയിൽ കഴിഞ്ഞ്, അതിൽ 17 കൊല്ലം ഇരുട്ടറയിൽ കഴിഞ്ഞ് ഒരു മനുഷ്യൻ പുറത്തു വന്നപ്പോൾ ലോകം മുഴുവൻ ആദരിച്ചെണീറ്റു നിന്നു. ആ മനുഷ്യനെ സല്യൂട്ട് ചെയ്തു. നെൽസൺ മണ്ടേല.